ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനോസ് ഡ്രീമി ക്രിയേഷൻസ്. അപ്പോൾ നിങ്ങൾ ഇന്ന് കാത്തിരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. കാരണം യൂട്യൂബിൽ എല്ലാവരും ഇതിപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇതെങ്ങനെയാണ് ഈ ടിയാര ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഈ ഒരു ടിയാര ഉപയോഗിച്ചുകൊണ്ടുള്ള 3 ട്രിക്കും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കണ്ടു നോക്കാം. അതിന് മുൻപായി വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ടിയാര അല്ലെങ്കിൽ ഹെയർ ബാൻഡ് ചെയ്യാനായിട്ട് വേണ്ടതെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. ആദ്യമായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് ഇതുപോലുള്ള നമ്മുടെ കോപ്പർ വയറാണ് കേട്ടോ. 0.3 mm കോപ്പർ സിൽവർ കളറിലുള്ള വയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെയുള്ള ഓഫ് വൈറ്റ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ്. പല കളറിലുള്ള പല ഷെയ്ഡ്സിലുള്ള ക്രിസ്റ്റൽസ് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പിന്നെ എടുത്തിട്ടുള്ളത് നമ്മുടെ വൈറ്റ് കളറിലുള്ള പേൾസ് ആണ് കേട്ടോ. അതേപോലെ അത് സ്മോളും എടുത്തിട്ടുണ്ട്, കുറച്ച് മീഡിയം സൈസിലുള്ളതും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പതിവ് പോലെ എടുക്കുന്ന പ്ലെയറും അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ പ്ലെയറും ആവശ്യമാണ്, അതേപോലെ കട്ടറും ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വയറൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള എന്തുമാവട്ടെ, പേനയോ പെൻസിലോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഉരുണ്ട ഷേപ്പിലിരിക്കുന്ന എന്തൊരു സാധനം വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത് ആ ഒരു സാധനമാണ്. അപ്പം ഞാൻ നമ്മുടെ കമ്പി ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എത്രത്തോളം ലെങ്ത് വേണം നമ്മുടെ തലയിൽ ഒന്നില്ലെങ്കിൽ വെച്ച് നോക്കുക, അല്ലെങ്കിൽ നമുക്കൊരു ഏകദേശം ഇത്രത്തോളം മതി എന്ന് നമുക്ക് തോന്നുന്ന അത്രയും കമ്പി നമുക്ക് ആവശ്യമാണ്. അതൊന്നും കുറച്ചുകൂടി കൂടുതലായിട്ട് വേണം നമ്മൾ കമ്പി മുറിച്ചെടുക്കാനായിട്ട്. അപ്പം ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള കമ്പി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത്രയ്ക്കാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ അതിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് പകുതി വെച്ചിട്ട് ഞാനൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ബാക്കി ഭാഗം നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിൽ ചെയ്തെടുക്കണ്ടേ, അപ്പോൾ അതിനായിട്ട് അത് വേണം. അപ്പോൾ അവിടെ ഒന്നും ചെയ്യുന്നില്ല ഞാൻ. ഇപ്പം നമ്മൾ ഈ രണ്ടാക്കിയ ഭാഗത്തുനിന്ന് ഒരു കമ്പിയിൽ നിന്ന് ഞാൻ ഇതുപോലെ നമ്മുടെ ഓഫ് വൈറ്റിലുള്ള ക്രിസ്റ്റൽ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ വിരൽ അതിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് ചുറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ്. അപ്പം നമുക്ക് ഇനിയുള്ള ലെങ്ത്ത്, അതായത് നമ്മളിപ്പോൾ ഒരു ക്രിസ്റ്റൽ വെച്ച് കൊടുത്തു, അതിനുശേഷമുള്ള ലെങ്ത്ത് നിങ്ങൾക്ക് വലുതായിട്ട് ഇടാം ചെറുതായിട്ട് ഇടാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഒന്ന് നീളത്തിലൊക്കെ ഒന്ന് വ്യത്യാസം വരുത്തി കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഈ ഒരു ഗ്യാപ്പ് വിട്ടിട്ടാണ് അടുത്ത ചെറിയ സൈസിലുള്ള നമ്മുടെ പേൾ മുത്ത് വൈറ്റ് കളറിലുള്ള പേള് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതും ഞാൻ അത്ര ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും അടുത്ത മുത്ത്, അതായത് വലിയ സൈസിലുള്ള, അതായത് ഒരു മീഡിയം സൈസിലുള്ള പേള് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അതിനെയും ഞാനിതിങ്ങനെ ചുറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ മുത്തുകളും നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണോ അതിനനുസരിച്ച് നമ്മൾ ഇതേ പ്രോസസ്സിങ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ആദ്യം നമ്മൾ വലുത് വെച്ച് കൊടുത്തു, ക്രിസ്റ്റൽ വെച്ച് കൊടുത്തു, അതിനുശേഷം സ്മാൾ സൈസിലുള്ള വൈറ്റ് ബീഡ് വെച്ച് കൊടുത്തു, അതിനുശേഷം ബിഗ് സൈസ് അല്ല കേട്ടോ, മീഡിയം സൈസിലുള്ള നമ്മളുടെ വൈറ്റ് പേൾ അതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിനെയും ട്വിസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഫുള്ള് എത്രത്തോളം ആവശ്യമുണ്ട് അത്രത്തോളം നമുക്ക് ചുറ്റിയെടുക്കാം. അപ്പോൾ ഈ സംഭവം ചുറ്റിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇതിപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മുടെ കയ്യിൽ ഇതുപോലെ കമ്പിയും കുറച്ച് മുത്തുകളും ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്കും ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇനി അടുത്ത് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഇതിപ്പോൾ തലയിൽ മാത്രമാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ആ 3 ടിപ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് നമ്മളിതിപ്പോൾ തലയിൽ വെക്കും, അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് കഴുത്തിൽ വെച്ചിട്ട് മാലയായിട്ട് ഇടാം. പിന്നെ നമ്മുടെ കയ്യിൽ വെച്ചു പറഞ്ഞാൽ കയ്യിൽ വളയായിട്ടും ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. അപ്പം ഞാനിപ്പോൾ ഇതേപോലെ ഒരു 4 മൊത്തം ഇപ്പം ചെയ്തതും കൂടി കൂട്ടിയിട്ട് 4 കമ്പികൾ ഇതിലുപോലെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഞാൻ ക്രിസ്റ്റലാണ് ഒരു കമ്പിയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. മറ്റേ കമ്പിയിൽ ചെയ്യുമ്പോൾ അതിന് നമ്മൾ മാറ്റി കൊടുക്കുക കേട്ടോ. അതായത്
പിന്നെ ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പേളാണ്, മീഡിയം സൈസിലുള്ളത്. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ചെറിയ സൈസിലുള്ള പേൾ വെച്ചിട്ട്. കണ്ടില്ലേ, ഇങ്ങനെ വ്യത്യാസം മാറ്റിക്കൊണ്ടിരിക്കണം. അതേപോലെ ലെങ്ത്തിന് കുറച്ച് വ്യത്യാസങ്ങളും വരുത്തി കൊടുക്കണം. എന്നാലാണ് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ നമുക്കത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എല്ലാ മുത്തുകളും ഒരേ സ്ഥലത്തായി പോവും. അപ്പോൾ കാണാനും ഭംഗി ഉണ്ടാവില്ല എന്നല്ല, ഭംഗി ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ 4 എണ്ണമാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. 4 എണ്ണത്തിലും ചെയ്യാം നമ്മൾക്ക് കൂടുതൽ എണ്ണം വേണമെങ്കിൽ ഇനി എണ്ണം കൂട്ടിയും കൊടുക്കുക, കുറച്ചും കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ അറ്റങ്ങൾ തമ്മിൽ ഇതാ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നമുക്ക് ആ റൗണ്ട് ഷേപ്പ് കിട്ടുമ്പോൾ നല്ല വൃത്തിയായിട്ട് ഇരിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ചുറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഒരു പെന്ന് വെച്ചിട്ട് ഞാൻ അതിനെ അതിലേക്ക് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുകയാണേ. ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ അറ്റം ഒന്ന് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പണിയൊക്കെ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് കുറേ വിചാരിക്കുന്ന പോലെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നും അല്ല കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ ഇപ്പുറത്തെ അറ്റവും കൂടിയും നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ട് ഇനി ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പിരിച്ച് വെക്കാം കേട്ടോ. പിരിച്ച് വെക്കാം. അതേപോലെ തന്നെ മെടഞ്ഞ് ഇടില്ലേ, മുടിയൊക്കെ മെടയണ പോലെ അങ്ങനെ നമുക്ക് മെടഞ്ഞ് വെക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ ഇതിന് വെറുതെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. കാരണം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാമല്ലോ. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ അടിവശത്ത് ഞാൻ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇതൊന്ന് ചുരുട്ടി കൊടുത്തു. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് എന്ത് ഡിവൈസാണോ എടുത്തിട്ടുള്ളത് അത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ലാസ്റ്റിലും ഉപയോഗിക്കണം. അപ്പോഴല്ലേ നമുക്ക് ആ കറക്റ്റ് ആ ഷേപ്പും അതേ വട്ടമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ആ പെന്ന് വെച്ചിട്ട് തന്നെ ഞാൻ വീണ്ടും ഇവിടെ ആ ഒരു റിങ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പ്ലെയർ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഇതിൻ്റെ കമ്പി നമ്മുടെ മുടിയിലൊക്കെ കുടുങ്ങി പോവില്ലേ, ഒന്ന് വലിക്കണ പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് റൗണ്ടിൽ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിനെ ഒന്ന് സെറ്റാക്കിയിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ അതവിടെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നല്ല ഭംഗിയിൽ നീറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ആ നമ്മുടെ ടിയാര. അടിപൊളിയായിട്ടില്ലേ, ഹെയർ ബാൻഡ്. അതേപോലെ കുട്ടികൾക്കൊക്കെ ഇത് വെച്ച് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മോള് വെച്ചിട്ടുള്ള ഫോട്ടോയും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്നൊരു ഫോട്ടോയ്ക്ക് വേണ്ടി എടുത്ത ഇതാണ് കേട്ടോ. അല്ലാതെ മോള് നല്ല ഭംഗിയിൽ മുടി കെട്ടിയിട്ടോ അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുള്ള ഒരു ഫോട്ടോ മാത്രമാണ്. കാരണം ഇതിങ്ങനെ കാണുമ്പോൾ അത്ര ചിലപ്പോൾ ഭംഗി തോന്നില്ല. പക്ഷേ നമ്മുടെ തലയിൽ വരുമ്പോഴായിരിക്കും ഇതിൻ്റെ ഭംഗി ഉണ്ടാവുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് നമുക്ക് 2 ഉപകാരമുണ്ട്. അതായത് ഇതുപോലെ നമുക്ക് ചുറ്റിയിട്ട് വളയാക്കിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോഴും കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും. അതേപോലെ ഇതിനെ നമുക്ക് മാലയായിട്ടും ഉപയോഗിക്കാം. അപ്പോഴും നല്ല വെറൈറ്റി ആയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിലൂടെ നമുക്കും പോവാം കേട്ടോ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ ആ 3 നമ്മുടെ ട്രിക്ക്. ഒന്ന് തലയിലും വെക്കാം, ഒന്ന് കഴുത്തിലും ഇടാം, ഒന്ന് കയ്യിലും ഇടാം. അപ്പോൾ ഇങ്ങനെ. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു ടിയാര. പിന്നെ എൻ്റെ മോൾ വെച്ചിട്ടുള്ള ഇതാണ് കേട്ടോ, തലയിൽ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്നൊരു ഫോട്ടോ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്കിഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്